നമസ്കാരം. ഭാരത പൈതൃകത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ അവസാന ഭാഗത്ത് അല്ലെങ്കിൽ ഈ മുരുകപുരാണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അവസാന ഭാഗത്ത് പറഞ്ഞ് നിർത്തിയത് സാക്ഷാൽ മഹേശ്വരി അല്ലെങ്കിൽ പാർവതിക്കൊക്കെ മുമ്പ് ശിവൻ്റെ അർത്ഥാംഗിനിയായിട്ടുള്ള ആ മഹേശ്വരിയും പരമേശ്വരനായിട്ടുള്ള സാക്ഷാൽ പരമാത്മാവും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു. അല്ലെങ്കിൽ അതിനിടയ്ക്ക് മഹാദേവി പറയുന്നു, താനാണ് ഈ പറയുന്ന പ്രപഞ്ചത്തിനെല്ലാം ആധാരമായിട്ടുള്ള വസ്തു, അല്ലെങ്കിൽ ശിവയില്ലെങ്കിൽ ശിവനില്ല എന്ന തരത്തിൽ പറയുമ്പോൾ പെട്ടെന്നൊരു തൻ്റെ മായാജാലത്താൽ സർവ്വലോകങ്ങളെയും തന്നിലേക്ക് അടക്കി നിർത്തുമ്പോൾ, സാക്ഷാൽ പരമേശ്വരൻ അല്ലെങ്കിൽ പരബ്രഹ്മം തന്നിലേക്ക് അടക്കി നിർത്തുമ്പോഴാണ് സാക്ഷാൽ മായാഭഗവതിയായിട്ടുള്ള പരമേശ്വരിക്കും മനസ്സിലാവുന്നത് താനും പരമേശ്വരനും തമ്മിൽ ഒരു വ്യത്യാസവുമില്ല, അല്ലെങ്കിൽ പരമേശ്വരൻ്റെ ശക്തിയാണ് താനെന്നും ഈ പരാശക്തിക്ക് ബോധ്യമാവുന്ന ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി അടുത്തത് അധ്യായം 5 അതായത് ഈ ദക്ഷകാണ്ഡത്തിലെ അധ്യായം 5 നമ്മളിനി പോകുന്നത്. ദാക്ഷായണിയുടെ ജനനത്തെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. ജഗദംബിക ശങ്കരീ ദേവി ഭഗവാന്റെ മുഖം നോക്കിക്കൊണ്ട്, ജയദേവ, മഹാദേവ, ഭക്തവത്സല, ശങ്കര, വിശ്വസംരക്ഷക, എൻ്റെ സ്വാമി, ഭഗവാന്റെ മഹിമ ഞാൻ അറിയുന്നില്ല. അതിനാൽ ഭഗവാനെ, മമനാഥ, എൻ്റെ അപരാധം ക്ഷമിക്കുകയും ഇപ്പോൾ എന്നെ രക്ഷിക്കുകയും വേണം. രക്ഷിച്ചാലും മുമ്പത്തെ പോലെ ഈ ജഗത്തിലുള്ളവയെ പൂർണ്ണമായും ജീവിപ്പിച്ചാലും ഭഗവാനെ മഹേശ്വര, ഭഗവാൻ അസാധ്യമായിട്ട് എന്താണുള്ളത്? അങ്ങനെ സകലതിനെയും തന്നിലേക്ക് ലയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ ഒന്നുമില്ലാത്ത ഒരവസ്ഥ വന്നപ്പോൾ ദേവിക്ക് മനസ്സിലായി, താൻ പോലും ഈ പറയുന്ന പ്രകൃതിയായിട്ട് അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെ സംരക്ഷിച്ച് പോകുന്നത് സാക്ഷാൽ തൻ്റെ പതിയായിട്ടുള്ള മഹാദേവൻ്റെ അല്ലെങ്കിൽ പരബ്രഹ്മത്തിൻ്റെ അനുഗ്രഹമുള്ളത് കൊണ്ടാണെന്ന് മഹാദേവിക്ക് മനസ്സിലാവുന്നു. അങ്ങനെ ആ പരാശക്തി പരബ്രഹ്മത്തെ പലതരത്തിലും പറഞ്ഞുകൊണ്ട് അവരെ രക്ഷിക്കണം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജീവജാലങ്ങളെല്ലാം പുനരുദ്ധരിക്കണം എന്നുള്ള, അല്ലെങ്കിൽ മറ്റ് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരെയുമെല്ലാം പുനർജീവിപ്പിക്കണമെന്ന് പരബ്രഹ്മത്തിനോട് പരാശക്തി പറയുന്നതാണ് നമ്മൾ അവസാനം പറഞ്ഞത്. അതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിലോട്ട് നമുക്ക് പോവാം. ഭഗവാനെ മഹേശ്വര, ഭഗവാൻ അസാധ്യമായിട്ട് എന്താണുള്ളത്? ഭഗവാൻ സർവ്വ ഈശ്വരന്മാരുടെ പോലും ഈശ്വരനാണല്ലോ. അന്നേരം ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് വൈഷ്ണവ ഉപാസകർ അത് നാരായണനായിട്ട് കരുതുന്നു, ശൈവ ഉപാസകർ അത് ശിവനായിട്ട് അല്ലെങ്കിൽ സദാശിവനായിട്ട് കരുതുന്നു. ഇപ്രകാരം ഗൗരി, അതേപോലെ ശാക്തേയർ പരാശക്തിയായിട്ടും ഈ പരംശക്തിയെ കാണുന്നു. അന്നേരം വൈഷ്ണവരും അതേപോലെ തന്നെ ശൈവരും ഈ പറയുന്ന ദേവിയിലല്ലേ പരാശക്തിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതായത് ദേവി അല്ലെങ്കിൽ അമ്മ എന്ന ഭാവത്തിനാണ്, അല്ലെങ്കിൽ ശക്തി എല്ലാം ഒന്ന് തന്നെയാണെങ്കിലും അമ്മയാകുന്ന ആ പ്രകൃതിക്ക് ഏത് തരത്തിലുള്ള ആചാരങ്ങളിലും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി കൗമാരത്തിലാണെങ്കിൽ മുരുകനെ ഉപാസിക്കുമ്പോഴും പള്ളിയെയും ദേവസേനയ്ക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇനി സൂര്യനെ ഉപാസിക്കുന്നവർക്കും സൂര്യൻ്റെ പത്നിയായിട്ടുള്ള അല്ലെങ്കിൽ ഛായാദേവിയല്ല, വിശ്വകർമാവിൻ്റെ മകളായിട്ടുള്ള പത്നിക്ക്, മകളായിട്ടുള്ള സൂര്യദേവൻ്റെ പത്നിക്കും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. ഇനി ഗാണപത്യത്തിൽ അല്ലെങ്കിൽ ഗണപതി ഉപാസിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട്. കേരളത്തിൽ മാത്രം ഉള്ള കേരളത്തിലും ഇപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിലും ഒക്കെ വ്യാപകമായിട്ട് ഉള്ള നമ്മുടെ അയ്യപ്പൻ്റെ, അല്ലെങ്കിൽ അയ്യപ്പൻ എന്ന് പറയുന്നത് സാക്ഷാൽ ശാസ്താവിൻ്റെ ഒരു ഭാവമാണ്. അന്നേരം ശാസ്താവിൻ്റെ ഉപാസനയ്ക്കായാലും ദേവിക്ക് അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം ആ ഒരു പരബ്രഹ്മത്തിൻ്റെ കൂടെ തന്നെയുള്ള, അല്ലെങ്കിൽ അതിൻ്റെ തന്നെ സ്ത്രൈണ ഭാവമാണ് നമ്മുടെ പരാശക്തി, അല്ലെങ്കിൽ പ്രകൃതി പുരുഷനെന്നും ഇതിനെ അറിയപ്പെടുന്നുണ്ട്. അന്നേരം ആ പ്രകൃതിയാണ് പുരുഷനോട് തൻ്റെ അവിവേകം പൊറുക്കണം, അല്ലെങ്കിൽ എല്ലാ ജീവജാലങ്ങളെയും പുനരുജ്ജീവിപ്പിക്കണം,
അല്ലെങ്കിൽ ദേവന്മാരെയും ഈ പറയുന്ന വിഷ്ണുവിനെയും ബ്രഹ്മദേവനും എല്ലാം തന്നിലേക്ക് പരബ്രഹ്മം ലയിപ്പിച്ചപ്പോഴാണ് അദ്ദേഹത്തോട് ഈ വിധം പരമേശ്വരി ഈ പറയുന്ന പരമേശ്വരനോട് ഈ വിധം ആവശ്യപ്പെടുന്നത്. ഇപ്രകാരം ഗൗരീ ദേവിയാൽ പ്രാർത്ഥിക്കപ്പെട്ട ഗൗരി മനോഹരമായ ഭഗവാൻ പരമേശ്വരൻ പ്രസന്നനായി 11 കോടി ഗണങ്ങളോടുകൂടിയ ഏകാദശ രുദ്രന്മാരെ ഉറക്കത്തിൽ നിന്നെന്ന പോലെ വിളിച്ചുണർത്തി. അന്നേരം ശിവഗണങ്ങളിൽ ശിവൻ്റെ തന്നെ പല തരത്തിലുള്ള രൂപങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ രുദ്രൻ എന്ന് നമ്മൾ പറയുന്നത്. ആ രുദ്രനാണ് നമ്മൾ കൈലാസത്തിലിരിക്കുന്നത്. അപ്പോൾ ശിവൻ എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും മൂല കാരണമാകുന്ന ആ ഒരു ശക്തിയാണ് നമ്മൾ ശിവനെന്ന് പറയുന്നത്. ആ ഏകാദശ രുദ്രന്മാർ സംഭ്രമത്തോടുകൂടി എണീറ്റ് ഹൃദയത്തിൽ ഭഗവാൻ പരമശിവനെ ധ്യാനിക്കുകയും ചെയ്തു. ധ്യാനനിഷ്ഠരായി അവർ സംഭവിച്ചതെല്ലാം ശിവലീലയാണെന്നും ബ്രാഹ്മണരെ മനസ്സിലാക്കിയിട്ട് സർവ്വപ്രാണികളെയും ഉണർത്താൻ നിശ്ചയിച്ചുറച്ചു. അന്നേരം കുറച്ച് സമയത്തേക്ക് നമ്മളില്ലാതിരുന്നത് സാക്ഷാൽ പരമേശ്വരൻ്റെ ലീലയാണെന്ന് ഏകാദശ രുദ്രന്മാർക്ക് മനസ്സിലായി. അല്ലെങ്കിൽ സൃഷ്ടി നടത്തുന്നതിന് വേണ്ടിയായിരുന്നു ഒരു കാലത്ത് ശിവൻ ഈ ഏകാദശ രുദ്രന്മാരെ സൃഷ്ടിച്ചത്. അങ്ങനെ ഏകാദശ രുദ്രന്മാരെ വീണ്ടും ഈ പറഞ്ഞ നശിച്ച ജീവജാലങ്ങളെ അല്ലെങ്കിൽ ഇല്ലാതായിട്ടുള്ളവയൊക്കെ പുനർജീവിപ്പിക്കാൻ തുടങ്ങി. ജഗത്ത് അന്ധകാരത്തിൽ മുങ്ങിയിരിക്കെ തന്നെ അവർ തിരുവിതാംകൂർ തഞ്ചാവൂർ ക്ഷേത്രം പ്രാപിച്ച് 4 യാമങ്ങളിലും ശിവപൂജ പ്രസന്നമാനസരായി ശിവരാത്രി ഭാവത്തോടെ നടത്തി. അന്നേരം ഈ ഏകാദശ രുദ്രന്മാർ വേണ്ട ശിവപൂജകളെല്ലാം തന്നെ നടത്തി. അല്ലെങ്കിൽ പ്രത്യേകമായിട്ടും ഇവിടെ പറയുന്ന ഒരു കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. തിരുവിതാംകൂർ തഞ്ചാവൂർ ക്ഷേത്രം അല്ലെങ്കിൽ തിരുവിതാംകൂർ തഞ്ചാവൂർ ക്ഷേത്രം എന്ന് പറയുമ്പോൾ തിരുവിതാംകൂറുമായിട്ട് തഞ്ചാവൂർ ക്ഷേത്രത്തിന് ഉള്ള ബന്ധം ഇതിൽ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ 4 യാമങ്ങളിലും ശിവപൂജ പ്രസന്നമാനസരായി ശിവരാത്രി ഭാവത്തോടെ നടത്തി. അല്ലെങ്കിൽ തിരുവിതാംകൂറിൻ്റെ ചില ഭാഗങ്ങളെല്ലാം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏത് ഭാഗത്തൊക്കെ വ്യാപിച്ച് കിടക്കുന്നുണ്ട്, അതായത് തമിഴ്നാട്ടിലോട്ടുള്ള ചില ഭാഗത്തും തിരുവിതാംകൂറിൻ്റെ ഭാഗങ്ങൾ വ്യാപിച്ചിരുന്നു. അന്നേരം അതാണ് ഇവിടെ പറയുന്നത്. അവർ ഭഗവാനെ ദർശിച്ച് ബന്ധഹസ്തരായി ദണ്ഡനമസ്കാരം ചെയ്തിട്ട് സ്തവനം ചെയ്തു. വിശ്വരൂപനും വിശ്വസൃഷ്ടാവും പരമാത്മാവും വിശ്വസംരക്ഷകനും വിശ്വത്തിലെ ഏക സുരേന്ദ്രനും എല്ലാം വിഴുങ്ങുന്ന ശൂലായുധധരൻ വീരന്മാരെ ക്ഷയിപ്പിക്കുന്നവനും ശൂരനും ചിരശാപധാരിയും ദേവനാഥനുമായ ഭഗവാന്റെ പ്രസാദം മൂലം ജഗത്തിൽ അശേഷം ചരാചരങ്ങൾ മുമ്പത്തെ പോലെ പരമേശ്വര ജ്ഞാനം നേടി എഴുന്നേൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ശ്രവിച്ച ഭക്തവത്സൽ അപ്രകാരം ആകട്ടെ എന്ന് അനുഗ്രഹിച്ചു. എന്നിട്ട് പ്രസന്നഹൃദയനായി വേഗം അന്തർദാനവും ചെയ്തു. ഉടൻ തന്നെ വിഷ്ണു, ബ്രഹ്മാവ് മുതലായ ദേവന്മാർ എല്ലാവരും സ്വാത്മബുദ്ധി നേടിയവരായി ഭഗവാൻ പരമശിവന്റെ ആജ്ഞപ്രകാരം സർവ്വജീവാത്മാവോടുകൂടി എണീറ്റു. അങ്ങനെ ഈ പറഞ്ഞ ഏകാദശ രുദ്രന്മാർ ഉടനെ പോയി തഞ്ചാവൂരിൽ ഒരു ശിവരാത്രിയിൽ എന്ന പോലെ ശിവനെ പൂജിക്കുകയും അങ്ങനെ പെട്ടെന്ന് തന്നെ മറ്റ് ദേവന്മാർക്കും അവരുടെ പ്രജ്ഞ വിട്ട് എഴുന്നേറ്റ് എല്ലാം അല്ലെങ്കിൽ പ്രപഞ്ചത്തിലുണ്ടായിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ പഴയപടിയാക്കി. അല്ലെ ത്രിമൂർത്തികളായ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും എല്ലാം ചേർന്ന് പ്രപഞ്ചത്തെ പഴയപടിയിലാക്കി എന്നതുകൊണ്ട് ഈ ഭാഗം അവസാനിക്കുന്നില്ല. അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. എല്ലാവർക്കും സാക്ഷാൽ മുരുക ഭഗവാന്റെ അനുഗ്രഹമുണ്ടാവട്ടെ. ഈ കഥയായിട്ട് മാത്രം മനസ്സിലാക്കാതെ അതിനുള്ളിലുള്ള തത്വങ്ങളെ ഗ്രഹിക്കുകയും അതിൽ നിന്ന് നമുക്ക് എന്താണ് ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതെന്ന് മനസ്സിലാക്കി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ ഉള്ള സൊല്യൂഷനെ നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക. പ്രശ്നങ്ങൾ കണ്ട് ഭയന്നോടാതെ ആ പ്രശ്നത്തിലുള്ള സൊല്യൂഷൻ നമുക്ക് ചിന്തിച്ചെടുക്കാൻ ഇത്തരത്തിലുള്ള ഗ്രന്ഥപാരായണ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു.